എത്ര നാൾ കാത്തിരുന്ന് ഇപ്പോഴും അത് നമ്മുടെ മനസ്സിലൊരു പുതിയ സോങ് പോലെ നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് വർത്താനം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കത് പാടി തുടങ്ങാം. അത് പാടി തുടങ്ങാം. ഇഷ്ടമോതിയിടുവാൻ പെണ്ണമടി എന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ, മഹറ ഞാൻ വന്നിടാം നീ എൻ്റെതാകുമോ, സ്നേഹക്കടലായി നീ എൻ്റെ മാത്രമാകുമോ, നാണം നീ മാറ്റിയിടുമോ, എൻ്റെ പെണ്ണായി നീ വന്നിടുമോ, എൻ്റെ സ്നേഹത്തിൻ പൂങ്കാവില മധുപൂറും പൂവാകുമോ, എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ, എൻ്റെ മണവാട്ടി പെണ്ണാണു നീ, എൻ്റെ മണവാട്ടി പെണ്ണാണു നീ, എൻ്റെ വേഴാമ്പൽ കിളിയാണു നീ, എൻ്റെ പൊന്നാമ്പൽ പൂവാണു നീ. സലീമിന്റെ ചില പാട്ടുകള് ഇപ്പോഴത്തെ തലമുറയും കൂടെ ഏറ്റെടുക്കുന്നത് ഒരുപക്ഷെ സിംപ്ലിസിറ്റി അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കും. ഈ സിമ്പിൾ ആയിട്ടുള്ള വരികള് ആണ് അതിനകത്തുള്ളത്. ആർക്ക് വേണമെങ്കിലും ഇത് അനുകരിക്കാൻ പറ്റും. എങ്ങനെയുള്ള ആൾക്കും എവിടെയും വെച്ച് പാടാൻ പറ്റുന്ന പാട്ടുകൾ, അതാണ് ഒരു പക്ഷെ എന്റെ പാട്ടുകൾ സ്വീകാര്യമാവാൻ കാരണം തോന്നുന്നു. അല്ല വലിയ സംഗതികളൊന്നും ഇല്ലല്ലോ. അപ്പൊ ആർക്കും ഒരു സദസ്സിലൊരു ഏറ്റവും ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ കലാകാരൻ എന്ന് പറഞ്ഞാൽ കല ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പൊ പാടാൻ ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ അവരുടെ റൂമിൽ ഇരുന്ന് പാടുന്നു, വെറുതെ മുട്ടി പാടാൻ ആഗ്രഹിക്കാത്ത ആളുകളൊന്നുമില്ല. അപ്പൊ അവർക്കൊക്കെ പാടാൻ പറ്റിയ വളരെ സിമ്പിൾ പാട്ടായതുകൊണ്ടൊക്കെ ഹിറ്റ് ലിസ്റ്റിൽ കയറിയ പാട്ടുകളാണ് സത്യത്തില്. അന്ന് ഈ ആൽബം ഇറങ്ങിയ സമയത്ത്, പിന്നീട് ഇപ്പൊ ഇത് സിനിമയിലെത്തിയപ്പോൾ കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തി. ഉപ്പയുടെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്നൊക്കെ പറയാൻ അറിയാവോ? എല്ലാ പാട്ടും ഇഷ്ടവും. പാടിയാ മതി. വെറുതെ പാടിയാ മതി അല്ലേ? ഈ ഉപ്പാടുള്ള സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയാവൂ. സത്യം പറഞ്ഞു ഇവളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് സലീമിനെ അറിയാൻ പറ്റുള്ളായിരിക്കും. ഇവള് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സ്നേഹം വെച്ചിട്ടാണ്, പറച്ചിലല്ലോ. അതെങ്ങനെയാ മനസ്സിലാക്കി എടുക്കുന്നത്? സലീമിനെ എങ്ങനെയാ അത് ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമുണ്ട്. എന്താന്ന് വെച്ചാല് ഇപ്പോ മോളിപ്പോ സ്കൂളിൽ പോകുന്നു. അപ്പോൾ എനിക്ക് പ്രോഗ്രാമില്ലാത്ത ദിവസം ഞാൻ ആദ്യം ഇവിടെ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് ഉച്ച കഴിഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് വരും. ഇപ്പൊ ഇവള് ഫസ്റ്റ് ബസ്സിന് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ട്രിപ്പിലാണ് മോള് വരിക. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു 3:45 തന്നെ പോയിട്ട് ഞാൻ തന്നെ എടുത്തുകൊണ്ട് എനിക്ക് പ്രോഗ്രാം ഇപ്പൊ 6ാം ക്ലാസ്സിൽ. അപ്പൊ ചില ദിവസം സ്കൂൾ ഞാൻ വല്ലാതെ എന്താ പറയാ ഒരു മനസ്സിലിങ്ങനെ തോന്നും, എന്തോ വന്നമോളില്ലാത്ത ഒരു ജാതി. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ വൈഫിനോട് അല്ല എന്റെ സിസ്റ്ററോട് പറയും, എന്താണ് അന്നമോളെന്ന് പറഞ്ഞാക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നും. ആ സമയത്ത് ആള് സ്കൂളിൽ നിന്ന് കോള് വരുന്നു. അപ്പോ അന്നമോള് വയറ് വില വിട്ടെന്ന് പറഞ്ഞു. അത് നമ്പറായിരുന്നല്ലേ? അപ്പൊ ഞാൻ ചോദിക്കും, ഞാൻ എന്താ കാരണം, എന്താ പറയല്? പരിപാടിക്ക് പച്ചക്കാണ്. ഞാൻ പ്രോഗ്രാമിന് പോകാത്ത ദിവസം ഞാനിവിടെ ഒറ്റക്കല്ലേന്നാണ്. അപ്പൊ അവൾക്കും ടെൻഷനാത്തര അവിടെ. അപ്പൊ ഞാൻ പറയും അതിൽ ഉമ്മ ഉണ്ടല്ലോ. അപ്പൊ അത് അന്നമോൾക്ക് പകരാവൂലല്ലോ എന്നാണ് അന്നമോൾ പറയണേ. അതത്രേ ഉള്ളൂ. അന്നമോൾക്ക് പകരം അന്നമോൾ മാത്രം. അത് ആര് വിചാരിച്ചാലും നടക്കില്ല എന്നുള്ളത് അത് ഞങ്ങൾക്കൊക്കെ മനസ്സിലായ കാര്യമാണ്. അച്ഛൻ എന്ന് പറയുന്നത് പെൺകുട്ടികളോട് പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ചില വീഡിയോസ് ഇന്റർവ്യൂവിൽ അന്നമോളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന്റെ കമന്റിൽ ചിലർ കാണാം, ഇവൻ മാത്രമല്ലല്ലോ ഞങ്ങൾക്കും. പക്ഷെ ഞാൻ എന്നിട്ട് അതിന് മറുപടി ഇങ്ങനെ പറയണമെന്ന് കരുതും. എന്താന്ന് വെച്ചാൽ ഞാൻ പറയുന്ന എന്റെ കാര്യങ്ങളല്ലേ, മറ്റുള്ളവർ അങ്ങനെയല്ല എന്നല്ലല്ലോ. ഇപ്പൊ സാറ് എന്നോട് ചോദിക്കുന്ന എന്റെ വിശേഷം, ആ വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ എല്ലാ മാതാപിതാക്കളും എല്ലാ കുട്ടികളും മാതാപിതാക്കളോട് അറ്റാച്ച്ഡ് ആവും. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അച്ഛനോട് വല്ലാത്ത ഒരു അടുപ്പം. പിന്നെ ഞാൻ കൂടുതൽ ഇവളിലേക്ക് മാത്രം ചുരുങ്ങിയത് കൊണ്ട് മറ്റ് എൻ്റെ 2 കുട്ടികൾക്കും പരാതികളില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ അഥവാ അന്നമോൾ ഇപ്പോൾ 6ാം ക്ലാസ്സിലായി എന്ന് ഞാൻ ഇടയ്ക്ക് അന്നമോളോട് തന്നെ ചോദിക്കും, നീ എന്തിനാ എത്ര പെട്ടെന്ന് വലുതായി? അപ്പൊ പറഞ്ഞു, ഞാൻ വലുതായിട്ടില്ലല്ലോ. അപ്പോ എത്ര എത്തുമ്പോഴാണ് വലുതാവുക?
എത്ര വയസ്സാവുമ്പോഴായിരിക്കും വലുതാവുക? 15. 15ഒക്കെ ആവുമ്പോ വലുതാവുമായിരിക്കും അല്ലേ? എല്ലാവർക്കും ഇപ്പോഴും വാപ്പയുടെ കൂടെ ആണല്ലോ. എത്ര വയസ്സിലാ വാപ്പയുടെ അടുത്തല്ലാതെ വേറൊരു സ്ഥലത്ത് പോയിട്ട്? അതിന് മുന്നേ പോവില്ല. അത് 20 വയസ്സിൽ മാറിക്കെടുത്തു 20 വയസ്സിൽ മാറിക്കിടക്കും അല്ലേ? അതെന്ത് പറ്റി 20 വയസ്സിൽ മാറിക്കിടക്കാൻ തീരുമാനിക്കണേ? വലിയ ആളാണോ? ഉമ്മ പറഞ്ഞോ അങ്ങനെ? അതവിടെ അതൊന്നുമില്ല, അതിന് അടുത്തത് സ്വയം എടുത്ത തീരുമാനം. അതെന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത്? അത് എനിക്ക് തോന്നുന്നത് 20 വയസ്സ് വരെ അവളോട് മാറിക്കെടുക്കരുതെന്ന് പറയാതിരിക്കാൻ. അങ്ങനെ അത് കഴിയുമ്പോ പിന്നെ നോക്കാല്ലോ. 20 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഞാനെന്നും നിങ്ങളെ പ്രിയപ്പെട്ട മകളാണ്, ഏറ്റവും ചെറിയ കുട്ടിയല്ലേ. അപ്പൊ ഇവള് ഇപ്പൊ അടുത്താണ് വയസ്സറിയിച്ചൊക്കെ കുറച്ചായിട്ടുള്ളൂ. ആ സമയത്തും അന്നമോള് കരഞ്ഞിട്ട് ചോദിച്ചത് ഇനി എന്നെ വലിയ കുട്ടിയായിട്ട് പരിഗണിക്കുമെന്നുള്ളത്. നിങ്ങളടുത്ത് ഇനി എന്നെ കെടുത്തില്ലേന്ന് വെച്ചിട്ടാണ് അന്നമോള് കരഞ്ഞു പോയത്. അപ്പോ ഞങ്ങൾക്കും അത് ഇതാ, കാരണം ഞങ്ങളെ കണ്ണിൽ അന്നമോള് എപ്പോഴും ചെറിയ കുട്ടിയാണ്. അപ്പൊ ആൾക്ക് അത് വല്ലാത്ത ടെൻഷനായിരുന്നു. അപ്പൊ അവൾക്ക് സ്വയം തോന്നി എന്തോ മാറിക്കെടുക്കാൻ തോന്നിട്ട് അന്ന്. മൂത്ത ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് കുഞ്ഞ അസൂയൊക്കെ ഉണ്ടോ? ചെറുത് പൊടിക്കുണ്ടല്ലേ? കണ്ടാച്ചിരിക്കുന്നുണ്ട്. അവരോട്ട് അടി വെക്കുവോ? അഥവാ എന്താന്ന് വെച്ചാല് ഞാനിപ്പോ മറ്റവർക്ക് ഉമ്മൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഞാനൊന്ന് സമ്മതം ചോദിക്കിട്ടൊക്കെ പെട്ടെന്ന് അത് കടിച്ച മൂപ്പരാൾക്ക് ഫീൽ ചെയ്യും. ഞാൻ മൂപ്പരാൾ ഇരിക്കുന്നത് കണ്ടില്ലാന്ന് കരുതി. ചെറിയ പൊസസീവ്നെസ് ഉണ്ടല്ലേ? അതാണ്. ചെറിയ അസൂയൊക്കെ ഉണ്ട് അല്ലേ? ചെറുതായിട്ട് കുറച്ച്. എന്നിട്ട് അവരെ പിച്ചിനുള്ളൊക്കെ ചെയ്യുവോ? കണ്ടോ, അവരുണ്ടായിരുന്നു ഈ കറക്റ്റ് സത്യം അറിയായിരുന്നു. അത് വൈഫിലോട് പോലും അന്നമോള് പറയും, നിങ്ങൾക്ക് ഒരു അവകാശമല്ലേ, ഞാനാണ് എല്ലാ അവകാശവും. അതെ, സലീം തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഞാന് ഇവൾക്ക് ചിറക് നൽകി പറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇവളുടെ ചിറകിലേറിയാണ് ഞാൻ പറക്കുന്നതെന്ന് സലീം പറയുമ്പോൾ നമുക്ക് ആ ഒരു പരസ്പരമുള്ള ഡിപ്പെൻഡൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അന്നൊരു അറബി സോങ് പാടി ഓർമ്മയുണ്ടോ? അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ സമയത്ത്. അത് ഓർമ്മയുണ്ടോ? അത് പാടിയാലോ നമുക്ക്? അത് റീകളക്ട് ചെയ്യാം. അന്ന് ഭയങ്കര വൈറലായിരുന്നു അത്. ഒന്ന് പാടിക്കാം. अगलावा मजबूरीनो आन जान दी पसूरीनो जहर बने हाथ तेरे तेजावा में पूरी नो आना सही नहीं आया दिल बांग बांग में टकराया काका पोल के सजदा में वावा क्यों दी चोरी नो रावा च तेनू ने का कोई मैं होना रोके. രസമാണല്ലോ പാട്ട്. ഇപ്പൊ ഉമ്മയെ കുറിച്ചിട്ടൊരു പുതിയ പാട്ട് അവള് പാടിയിട്ടുണ്ട്. അപ്പൊ ഈ പെരുന്നാളിന് റിലീസാണ്. അതിന്റെ ഒരു 4 പേര് പാടി. അപ്പൊ ഇനി മൊത്തം പാട്ട് പാടുന്നു, മോള് പാടുന്നു. താരാട്ട് പാട്ടിൻ്റെ ഈണം പകർന്ന് താലോലമൂടന് മാറോട് ചേർത്ത് അണിയുന്ന മനമാണനുമ്മ എന്നിൽ നിറയുന്ന സുഖമാണനുമ്മ പുലരും തൊട്ടിരുവോളം റബ്ബോടെനിക്കായി ദുവ ചെയ്തിരിപ്പാണനുമ്മ.